ഹണി റോസ് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. ഹണി റോസ് മാത്രമല്ല, താനും ഒന്നല്ല 1000 തവണ അധിക്ഷേപത്തിന് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമാക്കി ഹണി റോസിന് പിന്തുണയുമായി എത്തുകയാണ് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ. ഹണി റോസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി ഒറ്റപ്പെട്ട സംഭവമല്ല, തനിക്കും ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും പണ്ടൊക്കെ മുഖമില്ലാത്തവരാണ് സൈബർ ആക്രമണങ്ങൾ നടത്തിയതെങ്കിൽ ഇപ്പോൾ പ്രൊഫൈലും മുഖവും പാർട്ടി ചിഹ്നവുമെല്ലാം വെച്ച് തന്നെയാണ് ആക്രമണം. ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒന്നല്ല 1000 തവണ ഞാൻ ഇരയായിട്ടുണ്ട്. എത്രയെന്ന് ചോദിച്ചാൽ എണ്ണിയാൽ ഒടുങ്ങില്ല. രാഷ്ട്രീയ നിലപാടുകൾ പറയുമ്പോൾ സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ വളഞ്ഞിട്ടാണ് തന്നെ ആക്രമിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ മുഖമില്ലാത്തവരായിരുന്നു ഇത്തരം സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ പ്രൊഫൈലും മുഖവും പാർട്ടി ചിഹ്നവും വെച്ചാണ് ആക്രമിക്കുന്നത്. ഹണി റോസിനെ അവരുടെ വേഷത്തിന്റെയും ജോലിയുടെയും പേരിൽ അധിക്ഷേപിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതിനാലാണ് എന്നെ പോലുള്ളവർ ആക്രമിക്കപ്പെടുന്നത്. ഇത്തരം രീതിയിൽ ആക്രമിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുമെന്നാകും വിചാരം. അല്ലെങ്കിൽ ആശയ ദാരിദ്ര്യം കൊണ്ടാകും ഇവർ ഇത് ചെയ്യുന്നത്. എന്താണ് അവരുടെ മനോഭാവം എന്ന് അറിയില്ല. എന്തു തന്നെയായാലും വളരെ മോശമാണ്. ഇന്നും ഇന്നലെയുമല്ല, സമൂഹ മാധ്യമങ്ങൾ തുടങ്ങിയ കാലം മുതൽക്കേ ഞാൻ ഇതിലൊക്കെ സജീവമാണ്. വ്യക്തിപരമായ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും പറയുമായിരുന്നു. ഇപ്പോൾ CPM-നെതിരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നീചമായ കമന്റ്സ് വരും. നമ്മുടെ മുഖം വെച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കളയും. വ്യാജ വാർത്ത വരെ എഴുതിയിട്ട് കളയും. ഏതൊക്കെ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. കേസുകൾ നൽകാൻ പോലീസിനെ സമീപിക്കുമ്പോൾ നല്ല സമീപനമാണോ എന്ന ചോദ്യത്തിന് പോലും CPM-ലെ വനിതാ നേതാവിനെതിരെ കമന്റിട്ടാൽ അപ്പോൾ പോലീസ് നടപടിയെടുക്കും. എന്നാൽ താൻ എത്രയോ പരാതി കൊല്ലത്ത് കമ്മീഷണർക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയിട്ടുണ്ടെങ്കിലും പരാതികളെല്ലാം ലിങ്കും സ്ക്രീൻഷോട്ടും സഹിതമാണ് നൽകിയിട്ടുണ്ടെങ്കിലും ആദ്യകാലത്തെ 1-2 കേസുകൾ ഒഴികെ പിന്നെ ഒന്നിലും ഇതുവരെ നടപടി എടുത്തിട്ടില്ലെന്നും ബിന്ദു കൃഷ്ണ പറയുന്നു. മാത്രമല്ല, CPM വനിതാ നേതാക്കൾക്ക് മാത്രം ഈ ഭരണത്തിൽ കിട്ടിയിരിക്കുന്ന ആനുകൂല്യം ഇപ്പോൾ ഹണി റോസിന്റെ കേസിലും എടുത്തിരിക്കുന്നത് വലിയൊരു ആശ്വാസം തന്നെയെന്നും ബിന്ദു കൃഷ്ണ പറയുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാ നേതാവായാലും അവരുടെ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഹണി റോസ് അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ തൊഴിലാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ് എന്ന് തന്നെയാണ് ബിന്ദു കൃഷ്ണ പറഞ്ഞു വെക്കുന്നത്. അതിനാൽ തന്നെ ഹണി റോസ് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ആർക്കും യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാവും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.